ഉത്തരേന്ത്യയിൽ ശൈത്യകാലമായി കഴിഞ്ഞാൽ ഞാനടക്കമുള്ളവർ ഒരു നേരം ഇടുന്ന വസ്ത്രങ്ങളാണ് ഈ കാണുന്നത്. അണ്ടർവിയറും ബനിയനും. സെക്കൻഡ് സ്കിൻ എന്നറിയപ്പെടുന്ന തെർമൽ ആണ് ഇത്. പിന്നെ വൂളൻ സോക്സും. അത് കഴിഞ്ഞിട്ട് നോർമൽ ഷർട്ടും പാൻസും കമ്പിളി മഫ്ലറും. പിന്നെ ഷർട്ടിന് മുകളിലിടാനുള്ള സ്വെറ്ററും ഏറ്റവും പുറമെ ഇടാനുള്ള വിന്റർ ജാക്കറ്റും. ഇത് ഇനി ഓരോന്നായി ഇട്ട് കാണിച്ചാൽ അണ്ടർ ഗാർമെന്റ്സ്, ബനിയനും ജെട്ടിയും. ഇത് സെക്കൻഡ് സ്കിൻ എന്നറിയപ്പെടുന്ന കൃത്രിമ കമ്പിളി കൊണ്ടുള്ള തെർമൽ ഡ്രസ്സാണ്. അതിനോടൊപ്പം ഒരു കമ്പിളി സോക്സും. അതിനും മീതെ 3 ലെയറായിട്ട് നോർമൽ പാൻസും ഷർട്ടും. അതിനു പുറമെ ഷർട്ടിന് മീതെ സ്വെറ്റർ. ഏറ്റവും ഒടുവിലായിട്ട് വിന്റർ ജാക്കറ്റ്. വിന്റർ ജാക്കറ്റ് ഇട്ടതിന് ശേഷം ചെവിയിലും മൂക്കിലും തണുത്ത കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി കമ്പിളി കൊണ്ടുള്ള സ്കാർഫ് ചുറ്റിക്കെട്ടും. ബൈക്കിലാണ് യാത്ര എന്നുള്ളത് കൊണ്ട് വിന്റർ ജാക്കറ്റിൻ്റെ തൊപ്പിയെടുത്ത് തലയിലേക്കിട്ട് വലിച്ചു കെട്ടി മൂടി വയ്ക്കും. പിന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ കയ്യിൽ കാറ്റടിച്ച് കൈ മരവിച്ചു പോകാതിരിക്കാൻ വേണ്ടി വൂളൻ കയ്യുറയിട്ട് അതിന് മുകളിൽ തുകലിൻ്റെ കയ്യുറയിടും. ഇത്രയും ആയി കഴിഞ്ഞാൽ ഫുള്ളി പാക്ഡ് ഫോർ എ റൈഡ്. തണുപ്പ് കാലത്തെ ഏറ്റവും വലിയ തമാശ ഇത്രയും ഡ്രസ്സ് ഇടുന്നതല്ല, അടിക്കടി മൂത്രം ഒഴിക്കാൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഓർക്കുമ്പോഴാണ് ഭയങ്കര വിഷമം. हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? गलाव में पानी आ गया. കണ്ടവർക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? गलाव में पानी आ गया.